അപ്പൊ നമ്മളെ അനുസരിക്കാത്ത എല്ലാവരെയും ഇല്ലാതാക്കാനുള്ള ഒരു സത്യമുണ്ടല്ലോ, ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ പ്രവാചകൻ പഠിപ്പിച്ചത്. അതൊന്നും നമുക്കിന്ന് പുറത്തു പറയാൻ പറ്റില്ല കേട്ടാ. അതുകൊണ്ട് തൽക്കാലം എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഈ സൈറ്റ്. അതിനാണ് ദിവസവും ലൈവിൽ വരുന്നത്, ചില കാര്യങ്ങളൊന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോ താല്പര്യമുള്ളവർ കേൾക്കുക, താല്പര്യമില്ലാത്തവർ കേൾക്കണ്ട. ഇപ്പോ ഇസ്ലാമിനെ മാത്രമാണോ വിമർശിക്കുന്നത് എന്ന് ചോദ്യത്തിന് അർത്ഥമില്ല. ലോകം മുഴുവനും എന്താണോ ക്യാൻസർ ആയിരിക്കുന്നത് ആ ആശയത്തെ വിമർശിക്കണം. ഹിന്ദുമതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവനെ കൊന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിമർശിക്കും. ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകം ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താ? ഇവരെ പിടിച്ച് കയറ്റിയതാ. ഇവർക്ക് സംരക്ഷണം നൽകിയതാണ്. ഇവർക്ക് സംരക്ഷണം നൽകി കഴിഞ്ഞപ്പോൾ ഇവർ ആ രാജ്യത്ത് അവര് മാത്രം മതി എന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നു. ഇനിയും ഇവരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല കേട്ടാ. ഹുസ്ന തെളിവ് തരാനെന്ന്. എന്ത് തെളിവാണ് വേണ്ടത് ഹുസ്നയ്ക്ക്? പ്രവാചകൻ എന്താ പഠിപ്പിച്ചത്? പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ ചെറിയ കുട്ടിയെ കല്യാണം കഴിക്കാൻ? യുദ്ധം ചെയ്തിട്ടില്ലേ പ്രവാചകൻ? കൊള്ളയടിച്ചിട്ടില്ലേ പ്രവാചകൻ? പെണ്ണ് പിടിച്ചിട്ടില്ലേ പ്രവാചകൻ? ഇല്ലേ? രക്തക്കൊതിയനല്ലേ പ്രവാചകൻ? യുദ്ധത്തിൽ പോലും ചർച്ച നടത്തിയതിന് ശേഷമാണ് യുദ്ധം ആണോ? അപ്പോ ഒരുപാട് പഠിക്കേണ്ടി വരുമല്ലോ. ബനു ഖുറൈള ഒക്കെ പഠിക്കേണ്ടി വരുമല്ലോ. സഫിയയെ പിടിച്ചുകൊണ്ട് വന്ന യുദ്ധത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ല. കുട്ടിയൊക്കെ ഇസ്ലാമിന്റെ ബാലപാഠം മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം യൂട്യൂബിലൊക്കെ ലൈവിൽ വന്ന് കമന്റ് പറയാം കേട്ടാ. ഇസ്ലാമിനെ കുറിച്ച് വളരെ നന്നായിട്ട് ഒന്ന് പഠിക്കും, ഒന്ന് മനസ്സിലാക്കുക. യുദ്ധം എങ്ങനെയാണ് പ്രവാചകൻ ചെയ്തിരുന്നത്? പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ രാജ്യത്ത് മതേതരത്വം തകർക്കുന്ന, ബഹുസ്വരതയെ നശിപ്പിക്കുന്ന ഏതാശയത്തെയും, ഏത് രാഷ്ട്രീയത്തെയും, ഏതു മതത്തെയും, ഏത് സംഘടനയുടെയും ആശയത്തെ എതിർക്കാൻ നമ്മളിൽ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഷഹീനുദ്ദീൻ, നീ നരകിച്ച് ചാവുമടി. വളരെ സന്തോഷം. ആമീൻ. എന്തായാലും നബിയെ പോലെ 3 ദിവസമൊക്കെ കിടന്ന് ചീഞ്ഞളിയോ ശരീരം, ശവം? അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല ഈ കാലഘട്ടത്തിൽ. കാരണം ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടേ ശവം കിടന്ന് ചീഞ്ഞു നാറി മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. എഴുതാൻ പോലും അറിയില്ലട്ടെ, എന്തൊക്കെയാണ് വന്ന് എഴുതുന്നത് പോലും വായിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മുസ്ലിങ്ങൾ തന്നെ, ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ എഴുതിയിരിക്കുന്ന വസ്തുതകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളതല്ല. പ്രവാചകന്റെ വിഷയങ്ങളായിരുന്നാലും ഇസ്ലാമിന്റെ വിഷയങ്ങളായിരുന്നാലും മറ്റേത് വിഷയത്തെ സംബന്ധിച്ചും നമ്മൾ പറയുമ്പോൾ ആധികാരികമായി തെളിവുണ്ടാകണം. പ്രത്യേകിച്ച് ഇത് എതിർഭാഗത്ത് നിൽക്കുന്നത് മതമാണ്. മതവികാരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്രണപ്പെട്ടു പോകുന്ന ഒരു വികാരമാണ്. ആ മതത്തെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് അടിസ്ഥാനമുണ്ടാകണം. പറയുന്ന വസ്തുതകൾ, അതിന് തെളിവുണ്ടാകണം. തെളിവില്ലാതെ നമുക്കൊരു വിഷയത്തെ സംബന്ധിച്ച് വിമർശിക്കാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഫോളോ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് അറിവ് മതി. പക്ഷേ നമുക്കതിനെ വിമർശിക്കണമെങ്കിലോ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിലോ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് നമുക്ക് അനിവാര്യമാകണം. എന്നാലേ നമുക്കൊരു വസ്തുതയെ വിമർശിക്കാൻ പറ്റൂ. അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കേവലം ഒരു അറിവോടുകൂടി മാത്രമല്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്നതിൻ്റെ ചോദ്യത്തിനും ഇത് തന്നെയാണ് ഉത്തരം. അതായത് നമുക്കൊരു വസ്തുതയെ വിമർശിക്കണമെങ്കിൽ വളരെ നന്നായി അറിയണം, ആഴത്തിൽ അറിയണം. ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയണം. ഹിന്ദുക്കളെ വിമർശിക്കണമെങ്കിൽ ഹിന്ദു വസ്തുതകളെ കുറിച്ചിട്ട്, മതങ്ങളെക്കുറിച്ച്, മതഗ്രന്ഥങ്ങളെക്കുറിച്ച്, അവർ ഫോളോ ചെയ്യുന്ന ആശയങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവ് നമുക്ക് വേണം. ക്രിസ്ത്യൻ മതത്തെ ആണെങ്കിലും അതുപോലെ. വിമർശിക്കണമെങ്കിൽ നമുക്ക് വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ടങ്ങ് പോകാനൊന്നും പറ്റില്ല. നമുക്കതിനെ സംബന്ധിച്ച് നല്ല രൂപത്തിലുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ ഒന്നിനെ വിമർശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? അപ്പോൾ ഇന്നലെ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കെ കരുണാകരൻ്റെ മകൾ പത്മജ. അവരിന്നലെ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ വിഭാഗത്തിലും ഇതുപോലെയുള്ള ആളുകളുണ്ടെന്നാണ്. പത്മജ എന്തിനാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് എന്ന് ചോദിച്ചു. അവരാ കോൺഗ്രസിലല്ലേ നിന്നിട്ടുള്ളത്?
അതിൻ്റെ തെറ്റുകളും ശരികളും നേതാക്കന്മാരുടെ സ്വഭാവങ്ങളും അവരുടെ രീതികളും വളരെ നന്നായിട്ട് അവർക്കറിയാം. അപ്പൊ അവര് ചോദിച്ചു, കോൺഗ്രസ്സുകാരായ നിങ്ങൾ എന്തിനാണ് BJP-യുടെ ആഭ്യന്തര കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്? നിങ്ങൾക്ക് BJP-യുടെ കാര്യത്തിൽ അഭിപ്രായം പറയാം, എനിക്ക് കമ്മ്യൂണിസ്റ്റിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നാ, കോൺഗ്രസിന്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നാ. ആ പത്മജ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇവിടെയും എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാ മതത്തെയും വിമർശിക്കാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതത്തെയും അവർക്ക് വാരി വലിച്ചിട്ട് അലക്കാം, പിച്ച് കീറി വെയിലത്ത് വെക്കാം, ഒട്ടിച്ചു വെക്കാം. പക്ഷെ ഞമ്മന്റെ മതത്തെ തൊട്ടാൽ നമ്മുടെ മതവികാരം വ്രണപ്പെടും. പത്മജ ചോദിച്ചു ഇന്നലെ, കോൺഗ്രസ്സുകാരുടെ സ്ഥിരം പറച്ചിലാണ് പത്മജയ്ക്ക് BJP ഒരു സ്ഥാനവും തരത്തില്ല എന്ന്. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് ടെൻഷൻ ആകുന്നത്? എനിക്ക് സ്ഥാനം തരുമോ ഇല്ലയോ എന്നത് BJP-യുടെ കാര്യമാണ്, സ്വീകരിക്കുന്ന എന്റെ വിഷയവുമാണ്, അത് ആഭ്യന്തര കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലും ഇല്ലെന്ന് അവർ പറഞ്ഞു. BJP എനിക്ക് എന്ത് സ്ഥാനം തരുമെന്നല്ല, മറിച്ച് BJP-യുടെ കാര്യത്തിൽ അവരുടെ കൂടുതൽ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്ര ഉന്നത മൂല്യമുള്ള ഒരു വാക്കാണ് അതെന്ന് നോക്കിക്കേ. BJP നിങ്ങൾക്ക് സ്ഥാനം തരുന്നില്ലല്ലോ, സ്ഥാനമാനങ്ങളല്ല എനിക്ക് വേണ്ടത്, ഈ രാജ്യത്തിന് വേണ്ടി BJP-യുടെ ഭാഗമായി നിന്ന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ വറീഡാകുന്നത് എന്ന് അവർ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകയായി എന്നതിനെ സംബന്ധിച്ച് തന്നെ ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഇസ്ലാമിന്റെ ഭാഗമായി നിന്ന് ഇസ്ലാമിക പാഠശാലകളിൽ നിന്ന് പഠിച്ച് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ആശയങ്ങളും നിലപാടുകളും എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി അതിനെ നന്നാക്കുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള ആശയങ്ങൾ ഈ സമൂഹത്തെ ഏത് രൂപത്തിലാണ് ബാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ഞാനും സന്തുഷ്ടയാണ്, ഞാൻ സന്തോഷിക്കുന്നു. അതല്ലേ വേണ്ടത്? ഈ രാജ്യത്തിന്റെ ഭാഗമാകാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ സാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ വറീഡാകുന്നത്. അതല്ലേ നല്ലത്? അതെ, ഇസ്ലാമിനെ മാത്രം എന്തിനാണ് കടിച്ചു കീറുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതുവരെ പറഞ്ഞത്. എന്നിട്ട് പിന്നെയും ചില മഠയന്മാര് വന്നിട്ട് അത് തന്നെയാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാന് എൻ്റെ രാജ്യത്തെ നിസ്വാർത്ഥമായി സേവിക്കുന്നു. അതും തെറ്റാണ്, ഇതിനകത്തൊരു സ്വാർത്ഥതയുണ്ട്. കാരണം എൻ്റെ രാജ്യം സുരക്ഷിതമായിരിക്കുന്നത് എൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി വളരെ ഭദ്രമായിരിക്കുന്നത് കൊണ്ടാണ്. അത് കാത്തു സൂക്ഷിക്കുന്നത് പട്ടാളക്കാരാണ്. അവർക്കുകൂടി ഒരു സ്ഥാനം ഈ രാജ്യത്തിനുണ്ട്. ഞാൻ സുരക്ഷിതയായിരിക്കുന്ന ഈ രാജ്യത്ത് മറ്റുള്ളവർ കൂടി സുരക്ഷിതമായിരിക്കുന്നതിന് വേണ്ടി എന്നെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ? അപ്പോ ഹിന്ദു മതത്തെക്കുറിച്ചോ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചോ ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. 100% അതിന്റെ ആശയങ്ങളും ദർശനങ്ങളും മതവിധികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അതിനെ ഞാൻ വിമർശിക്കാത്തത്, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ബിൻസിക്ക് എന്തോ കുരുക്കൾ പൊട്ടുന്നുണ്ടല്ലോ. ബിൻസി ഏതെങ്കിലും ചർച്ചയിൽ പോയിരിക്കേ? ബിൻസിയെ ഞാനിവിടെ വിളിച്ചോ? ഇതെന്റെ ലൈവല്ലേ? ഇതിനകത്ത് നിങ്ങളൊക്കെ വലിഞ്ഞു കയറി വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകുമെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ഔചിത്യ ബോധമുണ്ട്? തലയ്ക്കകത്ത് എത്ര വെളിവുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ വലിഞ്ഞു കയറി വന്ന ലൈവിൽ നിന്നും നിങ്ങളാണ് ഉളുപ്പില്ലാതെ ഇറങ്ങിപ്പോകേണ്ടത്. നസീഫെ, വല്ലാതെ നസീഫ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടണ്ട. ഒരു സ്ഥലത്ത് 100 പോയപ്പോ ഒരാൾക്ക് വായി തെറ്റി. ആദ്യം മലയാളമെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ പൊതുസമൂഹത്തിലൊന്ന് എഴുതാൻ പഠിച്ചിട്ട് പോരെ. എന്റെ കൂടെ വെന്ന 99 എല്ലാവർക്കും വായി തെറ്റിയെന്നാണെന്ന് വായിച്ചു നോക്കിയേ. ഇവർക്ക് ലജ്ജ തോന്നുന്നില്ല എന്നുള്ളതാ. മാതൃഭാഷ പോലെ എത്രയാണെന്നറിയാമോ അതിങ്ങനെ എഴുതിയിരിക്കുന്നത്. നസീഫ് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഒരു കാര്യവുമില്ല. മാതൃഭാഷ പോലും മര്യാദയ്ക്ക് എഴുതാൻ അറിയില്ല. അല്ല മുഫീദ, നിങ്ങൾക്ക് നല്ല വെളിവുണ്ടെന്ന് മനസ്സിലായി. ആണോ? എന്നിട്ട് നിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, നന്ദി, റൊമ്പ നன்றി. അപ്പോ
അതുകൊണ്ട് ഈ നാടിനു വേണ്ടി ഒരു രാജ്യത്തെ മുഴുവനും അല്ല, ഒരു ലോകത്തെ മനുഷ്യനെ മുഴുവനും നശിപ്പിക്കുന്ന ഒരു ഒരു ലോകത്തിന്റെ മാനവികതയെ തകർക്കുന്ന ഒരു ആശയം തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ ഭൂരിപക്ഷം മടിച്ചു നിൽക്കുമ്പോൾ വളരെ ചെറിയ ആളുകൾ, കുറച്ചാളുകൾ വന്നത് തുറന്നു പറയും. അതിലൊരാളാണ് ഞാൻ. ഇസ്ലാം എന്നത്, ഇസ്ലാമിന്റെ ദർശനം എന്നത്, ഇതിലടങ്ങിയിരിക്കുന്ന തീവ്രവാദ ആശയങ്ങൾ മറ്റെല്ലാ മതസ്ഥരെയും ഇല്ലായ്മ ചെയ്യണമെന്നും ഇസ്ലാം മാത്രം ലോകത്ത് സ്ഥാപിക്കണം എന്നുമാണ്. എന്നാൽ അത് തെറ്റാണ്. നമ്മുടെ മതവും നമ്മുടെ ആശയങ്ങളും മാത്രമാണ് ശരി, അത് മാത്രം സ്ഥാപിക്കപ്പെടണം. ലോകം മുഴുവനും ഇസ്ലാം മതം മാത്രമായി തീരുന്നതുവരെ, ഭൂമിയിൽ കുഴപ്പമില്ലാതാകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ദർശനങ്ങളെ, ഖുർആനിന്റെ ആശയങ്ങളെ ഞാൻ എതിർക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ആളുകൾ വന്നിട്ട്, ഇവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. നമുക്കൊരു സ്വന്തമായിട്ടെങ്കിലും ഒരു ബോധമുണ്ടാകണമല്ലോ. എന്തായിരുന്നാലും എൻ്റെ ലൈവിൻ്റെ സമയം ഏതാണ്ട് അവസാനിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് നിർത്തിപ്പോകാം. ഒരുപാട് ആളുകൾ ലൈവിൽ നിൽപ്പുണ്ട്. 1.5 മണിക്കൂറായിട്ടുണ്ട് തുടങ്ങിയിട്ട്. അപ്പം ഇനിയും കൂടുതൽ സമയം ഇതിനകത്തേക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒരുപാട് വേറെ വർക്കുകളുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് കാണാം. നാളെ പുതിയൊരു ലൈവുമായി, ഗംഭീരമായിട്ടുള്ളൊരു വിഷയവുമായി വരുന്നത് വരെ നന്ദി. ജയ് ഹിന്ദ്. കമന്റ് നോക്കി. നന്ദി.